ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ അടുത്ത വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെർജോ കൂട്ടത്തിലുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗിൻ്റെ അജണ്ടയല്ല, ഇന്ന് വ്ളോഗ് എടുക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലല്ല, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായ രണ്ട് ആൾക്കാരുടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സ്വന്തം ശ്വേതാജിയുടെ 25ാമത്തെ ബർത്ത്ഡേ ആണ്. 25th ബർത്ത്ഡേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി 25 അടിക്കുന്നത് ശ്വേതാജിയാണ്. അപ്പം അതുകൊണ്ട് ശ്വേതാജിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകണം. അപ്പം അതിൻ്റെ ഒരു വ്ളോഗ് പ്ലസ് നമ്മുടെ സ്വന്തം ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ടോം തോംസൺ തൻ്റെ തുടർ പഠനത്തിനായി അപ്പോൾ കേസ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം ടോം തോംസൺ UK തന്നെ തുടർ പഠനത്തിനായി ചേക്കേറുകയാണ്. അപ്പം ടോം തോംസന് അതെ, ഞങ്ങളെല്ലാവരും കൂടെ ടോം തോംസനെ ഒന്ന് ബൈ പറയുന്ന വീഡിയോയും കൂടാണിത്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ശ്വേതാജിയുടെ ബർത്ത്ഡേക്കും ടോം തോംസൻ്റെ യാത്രയായപ്പോൾ വീഡിയോയുമായി ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ടോം തോംസൺ UK പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വ്ളോഗൊക്കെ കണ്ട് സന്തോഷിക്കുക. അപ്പം അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം ഞാൻ പിന്നെ വേറൊരു ഇതെന്തിനാ വന്നിരിക്കുന്നത് ചോദിച്ചു നോക്ക്. വെറുതെ ശ്വേതാജിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നമ്മുടെ മെറിൻജോബ് നമ്മുടെ കൂട്ടത്തിൽ അതാണ്. അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ പയ്യെ എല്ലാവരെയും ഇങ്ങനെ പൊക്കി ശ്വേതാജിയുടെ അടുത്ത് നിന്ന് ശ്വേതാജി സർപ്രൈസ് ഒന്നും ആവത്തില്ല. ശ്വേതാജിക്ക് അറിയാം, ഞങ്ങൾ എന്തായാലും വരും, ശ്വേതാജിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് സർപ്രൈസ് ഒന്നുമില്ല. ശ്വേതാജി പാലടയൊക്കെ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കാണാം, വെയിറ്റ് ചെയ്യാം. അപ്പം പുതിയൊരുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കി വിഷ്വൽസും പോകുന്ന കാര്യങ്ങളും എല്ലാം എന്നെ കൊണ്ട് പകർത്താൻ പറ്റുന്ന അത്രയും മാക്സിമം ഞാൻ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരുള്ളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അയ്യോ ഗൈസ്, അങ്ങനെ ഷാർബേനെ കിട്ടിയിരിക്കുകയാണ്. ഷാർബേനെ പിക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അടുത്ത ആളായ റിയാബേറ്റിനെ പിക്കും. ചന്ദ്രൻജി ബൈക്കിന് വരുമെന്നാണ് പറഞ്ഞത്. സോ ഹി വിൽ ബി കമ്മിങ് ജോയിനിങ് അസ്. സോ ഇപ്പോൾ ഷാർബേനെ പിക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിക്കുകയാണ്. വിഷയം തന്നെ പറയൂ. ബ്ലോഗിന് ഹൈ കൊടുക്കും. എന്തിനും പുതിയ ഡ്രസ്സുകൾ മാത്രമല്ല, പള്ളിയിലിടാൻ വേണ്ടി കുർത്തൊന്നും ഇല്ലായിരുന്നു ഗൈസ്. അപ്പൊ അങ്ങനെ ഞാനൊരു കുർത്ത തയ്പ്പിച്ചു. ഒന്ന് ചൂണ്ടിക്കാണിക്കൂ റിയ ബ്രിജിത്ത് പുതിയ ഡ്രസ് അല്ലാതെ ഇട്ടേക്കുന്നത് ഏതെങ്കിലും ശ്വേതാ ശ്രീകുമാറിന്റെ 25ാമത്തെ ജന്മദിനമാണ്. അപ്പൊ ഹാപ്പി ശ്വേതാ ശ്രീകുമാർ ബർത്ത്ഡേ. Today we are celebrating her. Yes. We're coming baby, we're coming. Bye bye. ഗൈസ്, അങ്ങനെ നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അത് സ്പൈറൽ ബൈൻഡ് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. അത് സെറ്റ് ആയിട്ടുണ്ട്. ഇവരിപ്പം അത് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ടോമണ്ണന്റെ വീട്ടിൽ പോവുക. ടോമണ്ണനെ പിക്കാണ്. ചന്ദ്രൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കേക്ക് ഒക്കെ മേടിക്കണം ഇനി. അപ്പൊ അങ്ങോട്ട് അവരത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ. ബാക്കി ടോമണ്ണന്റെ വീട്ടിൽ പോയിട്ട് ടോമണ്ണന്റെ കുഞ്ഞുമറയും വീട്ടിലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുഞ്ഞുമരത്തിന് ഒന്നും ഞാനും കണ്ടിട്ടില്ല കേസ്. ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ വീട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇന്ന് കാണുമായിരിക്കും. പോയില്ലെങ്കിൽ വീട്ടിൽ കാണും. കാണാൻ പറ്റുവാണെങ്കിൽ കാണാം. പോയി നോക്കാം. അങ്ങനെ നമ്മൾ ടോമണ്ണന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ടോമണ്ണന്റെ വീട്ടിലെത്തി ടോമണ്ണന്റെ കുഞ്ഞുമറിയുമായിട്ട് ഇരിക്കുകയാണ്. ഹായ് ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മൾ ടോമണ്ണ ചന്ദ്രൻ എത്തിയിട്ടുണ്ട്. നമ്മളിനി ഇവിടുന്ന് നേരെ ശ്വേതാജിയുടെ അടുത്തോട്ട് പോവാണ്. ഇവരൊക്കെ കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കും. അപ്പം ഞങ്ങളിവിടെ ഇറങ്ങുക.
റിയബേറ്റ് എന്തൊക്കെയോ പറഞ്ഞു കൊച്ചിനെ പേടിപ്പിക്കുന്ന കേസ്. അല്ല റിയബേറ്റ് കൊച്ചിനെ ആശ്വസിപ്പിക്കുക കേസ്. അപ്പൊ അതൊക്കെയാണ് പോകുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങളാണ്. ഗൈസ് അപ്പൊ നമ്മളുടെ കേക്കൊക്കെ മേടിച്ചു. ടോമണന്റെ ഐസ്ക്രീം ഒക്കെ മേടിച്ചു. ഇവര് 3 ഐസ്ക്രീം മേടിച്ചു ഗൈസ്. അപ്പം ഇവര് എനിക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വേറെ 2 പേരുണ്ട്, ചന്ദ്രനും ശരവണയും. അവർ 2 പേരും ചന്ദ്രന്റെ ബൈക്കിലാണ് പോയിരിക്കുന്നത്. ഞങ്ങൾക്ക് ബ്ലോക്കിൽ പെട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് അതെ തിരിഞ്ഞിവിടെ വന്ന ഞങ്ങൾ ശരിക്കും നേരെ പോകേണ്ടതാണ്. അപ്പൊ ഞങ്ങള് ഇപ്പൊ കേക്കൊക്കെ മേടിച്ചു. ഇനിയിപ്പോ അവർക്കൊരു പൂവും 25ന്റെ ബെല്ലും ഉണ്ട്. ഇത് രണ്ടും കിട്ടുമെന്ന് അറിയത്തില്ല. കിട്ടുവാണെങ്കിൽ മേടിക്കാം. അപ്പൊ ഞങ്ങളിത് ഇവിടുന്ന് ഇറങ്ങുക. ഞങ്ങളിപ്പോ നേരത്തെ റിലയൻസ് സ്മാർട്ടിലോട്ട് പോവാം. പൂ മേടിച്ച പൂവല്ല 25 നോക്കാം. നമ്മളങ്ങനെ ശ്വേതാജിക്ക് പൂ മേടിക്കാൻ പോവുകയാണ്. ടോമണ നാണം വരുന്നത് ചങ്ങനാശ്ശേരിയിൽ ബ്ലോഗ് എടുത്തതായിട്ട്. നമ്മൾ ടോമണ ഇൻവേർട്ടറാന്ന് പറയാൻ പറഞ്ഞു. നമ്മൾ ശ്വേതാജിക്ക് പൂ മേടിക്കാൻ വേണ്ടി പോവാം. ശ്വേതാജിക്ക് പൂ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം പൂക്കട അടച്ചിട്ട് ചമ്മിപ്പോയി. അപ്പോൾ ഓക്കെ ബൈ തിരിച്ചു പോട്ടെ. വേറെ എവിടെയും നോക്കട്ടെ കേസ് കിട്ടുമെന്ന്. ഇവിടെ കിട്ടിയില്ല. ലെറ്റ്സി കിട്ടിയില്ലെങ്കിൽ നിനക്ക് പൂ കഴിക്കല. പൂ കാണാൻ യോഗമില്ലെന്ന് ആശ്വസിക്കുക. ഓക്കെ ബൈ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിത് ശ്വേതാജിയുടെ വീട്ടിലോട്ട് അടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിലായിട്ട് നമ്മുടെ പൂവും 25 കിട്ടിയില്ല ഇതിലായിട്ടും. കാരണം ഭയങ്കര ബ്ലോക്ക് ആണ്. അതുകൊണ്ട് ഞങ്ങൾ മറ്റേ ചെറിയ വഴി കയറിയാണ് വന്നത്. ഫ്രണ്ടിൽ വണ്ടിയുണ്ട്. അപ്പൊ എന്താണ് നമ്മളിനി ശ്വേതാജിനെ സർപ്രൈസ് ചെയ്യാൻ പോകും. പിന്നെ അവളുടെ നിങ്ങൾ കണ്ടോണം. അവൾക്ക് ഞങ്ങൾ വരുമെന്ന് അറിയാമെങ്കിലും അവളുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ അതെ ആ അഭിനയ കുലപതിനെ നിങ്ങൾ കണ്ടോണം. സ്വന്തം ബർത്ത്ഡേ 6-ാം തീയതിയാണ്. ഇത്രയും പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരാള് വേറെ ആരും കാണത്തില്ല. ഇപ്രാവശ്യം പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ലല്ലോ. പക്ഷെ എന്താണല്ലോ വേറെ ഏതെങ്കിലും വഴിയൊക്കെ നമ്മളെ അറിയിക്കും. നിങ്ങൾ 6-ാം തീയതി തന്നെ വരണം. 6-ാം തീയതി ഞാൻ എക്സ്പെക്ട് ചെയ്യും. വേറെ ഏതെങ്കിലും വഴിയൊക്കെ ഞങ്ങളെ അറിയിക്കും. എന്റെ പ്രത്യേകമായ സ്വഭാവത്തിന് ഉടമയായ ആളാണ് ശ്വേതാജി. അതെ. അപ്പൊ ഞങ്ങൾ ഇതേ പൊക്കോണ്ടിരിക്കുക. ചന്ദ്രൻ ശരവയും ബൈക്ക് അവർ 2 പേരും നിപ്പുണ്ട്. ഞങ്ങള് ബ്ലോക്കിൽ പെട്ട് പയ്യെ ലേറ്റ് ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് വല്ല പൂക്കട ഉണ്ടോ ഞങ്ങൾ നോക്കുന്നുണ്ട്. ശ്വേതാജിക്ക് പൂക്കട കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ തന്നെ പൂവായിട്ട് സമർപ്പിക്കുന്നു. അപ്പൊ ഓക്കെ ഗൈസ്, ബാക്കി അവിടെ ചെന്നിട്ട് ശ്വേതാജിയുടെ എക്സ്പ്രഷൻസ് കാണിച്ചു തരാം. ഹലോ ഗൈസ്, ഞങ്ങൾ റൈഡേഴ്സ് നേരത്തെ എത്തി. എന്നെ ബ്ലോക്ക് അറിയോ? ഭയങ്കര ബ്ലോക്ക്. ഞങ്ങള് ഇപ്പൊ ശ്വേതാജിയുടെ വീടിന്റെ ഒരു വളവിൽ നിപ്പുണ്ട്. സോ മുക്കട വ്ളോഗ്സിന്റെ ഓണർ മുക്കട വണ്ടി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ആഹാ ഈ വണ്ടി അങ്ങോട്ട് ഇറങ്ങി ചെന്ന് അവർ പെട്ടെന്ന് കാണും. അപ്പൊ അങ്ങനെ കാണിക്കാൻ പാടില്ല. ഈ വണ്ടി അവർക്ക് അറിയത്തില്ലല്ലോ. ഇവിടെ ഇടത്തില്ല, അങ്ങോട്ട് പോവും. ഇപ്പൊ നമ്മള് സർപ്രൈസ് കൊടുത്ത് അങ്ങോട്ട് കയറി ചെല്ലാണ് ഇവിടെ പ്ലാൻ. ബാക്കി അങ്ങനെ കാണാം. ഗൈസ്, നമ്മളുടെ വീടിന്റെ ഫ്രണ്ട് നിൽപ്പുണ്ട് ഗൈസ്. അവള് നമ്മളെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതായിരിക്കുമല്ലോ ഇരിക്കുന്നത്. ചേച്ചി കുറച്ച് വെള്ളം തരാൻ മതി. അവിടെ എന്ത് സിന്ധു കൃഷ്ണയുടെ അവിടെ ചേച്ചി കുറച്ച് വെള്ളം തരുമോ? ഓണം മനുഷ്യയുടെ പോയിട്ട് ഹാപ്പി ബർത്ത്ഡേ മൊത്തം. ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുവായിരുന്നല്ലോ അല്ലേ?
ആരാ ആരാ എന്താ എന്താ നമുക്ക് സമയമില്ല, വേറെ കുറച്ച് പരിപാടിയുണ്ട്. ഇവിടെ 1 മണിയാവില്ല. ഹാപ്പി അല്ലേ സേജി? സേജി ഹാപ്പി അല്ലേ? എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. ആ എന്നാ ലിപ്സ്റ്റിക് ഒന്നും ഇടായിരുന്നേ? ഞങ്ങൾ വരുമെന്ന് അറിയത്തില്ലായിരുന്നോ? അതെ നിങ്ങളെ കണ്ടോ ശ്വേതാജിയുടെ ആ ഒരു ഹോംലെസ് ലുക്ക്, ശ്വേതാജിയുടെ ആ ഒരു സർപ്രൈസ് എക്സ്പ്രഷൻ? ടോമണ എന്നാ ഉണ്ട് വിശേഷം? ചന്ദ്രൻ ഇസ് ദേർ ഗൈസ്. ആ ശ്വേജി ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്നെ മേടിച്ചു പോയോ? വേറൊന്നുമില്ല, ഇതേ ഉള്ളു, ബാക്കിയൊന്നുമില്ല ഗൈസ്. നമ്മളിത് ശ്വേജയുടെ ഇതിടാൻ പോവാ, ട്രാൻസിഷൻ ഇടാൻ പാടിയേ. അടുത്ത നിങ്ങള് ഗൈസ് അങ്ങനെ നമ്മുടെ ശ്വേതാജി ഇത് റെഡി ആയിട്ട് കണ്ടുകൊണ്ട് ഹാപ്പി 25 ആയേ. റിയാബിയുടെ പായസം കുടിച്ച് ഹൈ ആയിക്കൊണ്ടിരിക്കുക ഗൈസ്. ഗൈസ് മെറിഞ്ച ഇവിടെ ഉണ്ട്, ടോമണ്ണനുണ്ട്. അതന്നെ ഗൈസ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ശ്വേതാജിനെ പൊക്കിക്കൊണ്ട്, അല്ല ശ്വേതാജിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാണ്ട്, അതൊക്കെ കൊടുക്കുന്നത് ഇപ്പൊ കാണിക്കാം. എന്നിട്ടെന്താ ഓ അതെ. അപ്പം അതെ അപ്പൊ നമ്മള് ഗൈസ് ഇന്നത്തെ ഒന്നുമില്ല, വേറെ കാര്യം പിന്നെ പറയാം. അപ്പൊ ഓക്കെ ഗൈസ്. ശ്വേതാജിയുടെ ഈ സൗന്ദര്യത്തിന് രഹസ്യം അമ്മയാണ്. പക്ഷേ ഇപ്പൊ ഒരുങ്ങാത്തോണ്ട് അത്ര കോൺഫിഡന്റ് അല്ല. നമ്മൾ ഇച്ചിരി പിച്ച കാണിക്കുന്നുണ്ട്. ഗൈസ് ശ്വേതാജി ടോമണ്ണെ കുറിച്ച് 2 വാക്ക്. ഈ വ്ലോഗിന്റെ എൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു അതെ ആ സെറമണിയിലേക്ക് എത്തുന്നതായിരിക്കും. അതെ അപ്പൊ ഞങ്ങൾ ഇനിയും യാത്രയല്ല, ശ്വേതാജിക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തും കിട്ടാനുള്ളതെല്ലാം കിട്ടി ഞങ്ങൾ ബോധിക്കട്ടെ. ചേച്ചിക്ക് അവരുടെ ചേച്ചിയുടെ കൂട്ടുകാരി കൊടുത്ത ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സ് എല്ലാം എടുത്ത് എനിക്ക് തന്നു. ഞാൻ ചേച്ചി ഇതിനുണ്ടാക്കി തരണം. ഞാൻ ഇതിവിടെ ഭയങ്കര ഇമോഷണൽ മെസ്സേജ്. അപ്പൊ ഈ എന്നാ അത് പറയാതിരിക്കാനുള്ള ഒരു മാന്യതയിലും കാണിക്കണ്ടേ? അതെ മരിക്കുന്നത് ഇത് തലല്ലേ? രാവിലെ എണീറ്റ് എന്നെ ഇതല്ല ഇഷ്ടപ്പെടും.
ഇനി നോക്കേ. ഒന്നില്ല. എന്താണ് എനിക്ക് അറിയത്തില്ല. എന്താ എനിക്ക് ഇനി മനസ്സിലാക്കുന്നത്? ഗിഫ്റ്റ് കൊടുത്തു നീ വന്നോ? ആ ഓക്കെ ഓക്കെ ശരി ശരി ശരി. ഇല്ല വേറെ എന്നാണ് നീ ഹൻസുവിടാരാ? ഹൻസു ഷിൻചേച്ചി കുട്ടി പട്ടൂട്ടിയല്ലേ? അണ്ണം കൊടുത്തത് ഇപ്പൊ ഭക്ഷണം മുളത്തില്ല. അല്ലാതെ ക്യൂട്ടാണ്. ഒരു ആനയും കൂടെ. നമ്മളെല്ലാം അല്ലേ അല്ലേ? ഇല്ല 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 ഇല്ല. ആക്ച്വലി ഞാൻ ഇതിനകത്ത് ഒരു സാധനം വാങ്ങിയത് ടോമണ്ണൻ പോകുമ്പോ ടോമണ്ണനെ ഇവർക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് അത് തന്നെ ആദ്യം എടുത്ത് നോക്കിപ്പോ. അത് ടോമനെ ഉദ്ദേശിച്ചായിരുന്നു. നീ ഗോവയിൽ പോകുന്നതിന് മുമ്പ് താമേ പൈസ കറക്റ്റാണെന്ന് തോന്നുന്നു. കറക്റ്റ് ആയിരിക്കും. അത് ഞാനൊരു ഈസ്റ്റിന് വേണ്ടി സെയിം കളറിന് വേണ്ടിട്ട് പിടിച്ചതാ. ഒരു ബ്ലൂയിഷ് കളർ. ആക്ച്വലി റിയാബിക്കിയുടെ ആട്ടോ. ഞങ്ങൾ ബാംഗ്ലൂരിൽ വാങ്ങിയത് ശരി. അതെന്തത്? നെയിൽസ്. നമ്മളിത് കണ്ടില്ല മിനിസോയി പോയപ്പോ. പിന്നെ നീ പൈസ കൊടുത്ത് ഓർമ്മിച്ചു. നമ്മൾ അലർജി കൊണ്ട് നമ്മൾ എനിക്ക് കിട്ടിയ ഞങ്ങളുടെതില്ലേ ഞാൻ മുക്കളെ ട്വിൻ ചെയ്ത് കാണിച്ചാ. അതെ അതെ അതെ. സെലക്ട് ചെയ്ത് തന്നു. പക്ഷേ അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങിച്ചതിനകത്ത് ഒരെണ്ണം സ്മോളും ഒരെണ്ണം മീഡിയവും. പക്ഷെ രണ്ടുപേരും സൈസാ. അയ്യോടാ വെച്ചോ. ഉണ്ട് പോട്ടെ. ജിറ്റിയോടെ നിക്ക. സൈസ് നോക്കണം അതിന് വേണ്ടിയാ. കാരണം മീഡിയത്തിന് സ്മോള്. ആ പക്ഷെ മീഡിയത്തിൽ സെയിം വരും. അത് ഇട്ട് നോക്ക്. സ്പീഡ് എനിക്ക് ബ്ലാക്ക് ആയതുകൊണ്ട് സെയിം സാധനം. അതാ പ്രശ്നം. ഇത് മീഡിയമാ, മറ്റേത് സ്മോളാ. രണ്ടും ഒരേ സൈസാ. നല്ലല്ലേ?
ഹാപ്പി ഹാപ്പി 25 ഹാപ്പി. സെറ്റ് ഈ അസുലഭ നിമിഷത്തിൽ 2 വാക്ക് നന്ദിയുണ്ട്. രണ്ട് വാക്കിൽ ഒതുക്കി. അത്രേ ഉള്ളൂ. ഓക്കെ ബൈ. അപ്പോൾ ഇതായിരുന്നു സ്വരാജിയുടെ ഗിഫ്റ്റ് മഹാമഹങ്ങൾ. ഇനി സ്വരാജി ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതായിരിക്കും അല്ലേ സ്വരാജി? സ്വരാജി ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതായിരിക്കും ബർത്ത്ഡേ. ഓക്കെ ബൈ ഗേസ്. ഇതാ ഗേസ് സ്വരാജി ഇന്നലെ ഇട്ട പൂക്കളം. ഇന്നലെ ആയിരുന്നു ഗേസ് ഓണം. സ്വരാജിയുടെ കലാവിരുതാണ് നിങ്ങൾ കാണുന്നത്. ഇന്നലെ ഇതിട്ട ഫോട്ടോകളൊക്കെ സ്വരാജിയുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഞാൻ ആണോ പ്രൈവറ്റ് അക്കൗണ്ട് ആണോ? എന്നാലും കുഴപ്പമില്ല, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഗേസ്. നിങ്ങൾ റിക്വസ്റ്റ് അയക്ക്. ഗായ്സ് അപ്പോൾ നമ്മളിത് സ്വരാജിയുടെ വീട്ടിൽ നിന്ന് സ്വരാജിനെ ഒരുക്കി ഇറക്കിയിട്ടുണ്ട്. സ്വരാജിക്ക് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. എന്നിട്ട് നമ്മൾ സ്വരാജിനെ ഒരുക്കി ഇറക്കി. അതേ സ്വരാജി ഫ്രണ്ട് ഇരിപ്പുണ്ട്. ടോമണനാണ് നമ്മുടെ സാരഥി. സ്വരാജി ഹായ്. 25 വയസ്സ് കഴിഞ്ഞ സ്വരാജി. ശ്വേത ചേച്ചി. ഞങ്ങൾ ശ്വേത ചേച്ചി ഇന്ന് മുതൽ ശ്വേതനെ ഞങ്ങൾ ശ്വേത ചേച്ചി എന്ന് വിളിക്കാൻ, ശ്വേതാജിനെ നമ്മൾ ശ്വേത ചേച്ചി എന്ന് വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഒരു 2 വയസ്സിന് മൂത്തുള്ള ഒരാളെ നമ്മൾ ബഹുമാനിക്കണം. ബഹുമാനക്കുറവാണ്. അപ്പൊ എന്തായാലും ചേച്ചി അങ്ങനെ പറയരുത് ശ്വേത ചേച്ചി, അങ്ങനെ പറയരുത്. നമ്മൾ ഭൂമിയിൽ സ്റ്റോറി ഇടും. അപ്പോഴോ അപ്പൊ ഗൈസ് അപ്പൊ അതാണ്. അപ്പൊ നമ്മള് ബ്ലാക്ക് ഫോട്ടോ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇനി ശരിക്കും ശ്വേതയ്ക്ക് ശ്വേത ചേച്ചിക്ക് മെറിന്ന് വിളിക്കാം. അതെ, ഞാൻ ചേച്ചിനെ ചേച്ചിന്ന് വിളിക്കുന്ന ശ്വേതനെ ശ്വേത ചേച്ചിന്ന് വിളിക്കണം. അതെ, ശ്വേതാജി എന്ന് വിളിച്ച ശ്വേതാജിക്ക് അത്ര ബഹുമാനം ശ്വേതാജിന്ന് വിളിക്കാം, ഇല്ലെങ്കിൽ ചേച്ചിന്ന് വിളിക്കാം. അതാണ് നമ്മുടെ ഒരു പുതിയ തീരുമാനം. ശ്വേതജിക്ക് ഈ തീരുമാനത്തോടുള്ള അഭിപ്രായം? ഇങ്ങോട്ട് നോക്കിട്ട് പറ. എന്താ അങ്ങനെ പറയുന്നേ? അതെ, എന്ത് ക്യൂട്ടാ. കൂട്ടി ദ ബ്യൂട്ടി. അപ്പൊ ഗൈസ് നമ്മൾ എങ്ങോട്ടാ? ബ്ലാക്ക് പെപ്പർ അല്ലേ? അപ്പൊ നമ്മൾ ബ്ലാക്ക് പെപ്പർ റെസ്റ്റോറന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. അവിടെ നമ്മൾ ഒരാൾ ജോയിൻ ചെയ്യും. നമ്മുടെ സ്വന്തം ജിറ്റി ട്രീസ തോമസ് ആണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. സോ അവിടെ ചെന്നിട്ട് ബാക്കി ഒരു ചെറിയൊരു കുഞ്ഞ് ഇതൂടെയൊക്കെ ഉണ്ട്. കേക്കൊക്കെ മുറിക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കേക്ക് മുറിക്കുന്ന കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മളിത് ബ്ലാക്ക് പെപ്പറിൻ്റെ അടുത്ത് വന്നു. സ്ട്രാറ്റജീനെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ വെയിറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. സോ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അത് കേക്കൊക്കെ ഉണ്ട്. അവിടെ ചെന്നിട്ട് കേക്ക് മുറിച്ച് സെറ്റാക്കാം. എല്ലാവരും ഇവിടെ ഉണ്ട്. ജിറ്റി ഇപ്പോൾ വരും. സോ ഞങ്ങളിത് അകത്തോട്ട് കയറുക. അകത്ത് കയറി കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ബാക്കി കാണിക്കാവേ. അപ്പോൾ നമ്മൾ ശ്വേതാജിക്ക് ആ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. നിങ്ങൾ ഈ ഗിഫ്റ്റ് കണ്ടതല്ല, ഞാൻ മറ്റേ അവിടെ സ്പൈറൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ കാണിച്ചല്ലോ. ആ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അവളുടെ കയ്യിൽ നിന്നൊരു നല്ല എക്സ്പ്രഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. അറിയത്തില്ല അവൾ എന്ത് എക്സ്പ്രഷൻ ഇടാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ലെറ്റ്സ് സീ അവളുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും. അടുത്തായി പഞ്ചായത്ത് പ്രസിഡന്റ് ഫോട്ടോ ഇല്ല, വീഡിയോ. സന്തോഷ ജന്മദിനം 2020. കൈ
ഹോട്ടലിനകത്ത് ആൾക്കാരുണ്ട്, അവരെ വിളിക്കാൻ പോകും. ഓക്കെ നെക്സ്റ്റ് 25 നോക്കിയിരിക്കുക കേട്ടോ. എന്റെ പഞ്ചായത്ത് ഹാപ്പി ബർത്ത്ഡേ നൂഡിൽ പോണ്ട. ഞാൻ നൂഡിൽ പോണ്ട. പറഞ്ഞു ഏൽപ്പിച്ച എല്ലാ നേരത്തെ നമുക്ക് പുറകെ വെക്കാം. രണ്ട് ബുക്കള് അത് ബാബ്സാണോ? പെരുത്ത സ്നേഹം. അത് കാണിച്ച് എനിക്ക് എന്നെല്ലാം കാണിക്കേ. അയ്യോ വെയിൽ കൊള്ളുന്നേ. അതെ എനിക്ക് ലാസ്റ്റ് ഫസ്റ്റ് ലാസ്റ്റ് ആദ്യം അന്ത്യോ സേജി ഹാപ്പി അല്ലേ? യെസ് ഗൈസ്, അങ്ങനെ അത് സക്സസ്ഫുള്ളി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഹാപ്പി അല്ലേ? ഹാപ്പി ടോമഡൻ. Birthday to you, happy birthday to you, happy birthday to you, happy birthday to you, God bless you, may the good God bless you, dear Shwetaji, happy birthday to you. എനിക്കും തരാൻ. ആ ട്രിപ്പിന് പോകുന്നു. മുക്കില എന്നാ ട്രിപ്പ് അല്ലേ? മുക്കില്ലാതെ എന്നാ ട്രിപ്പിന് മുക്കില്ലാതെ എന്നാ പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഊട്ടിക്ക് പോകണം. 18 തീയതി ഊട്ടിക്ക് പോകണം. ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സേതാജി ആദ്യമായിട്ടുണ്ട്. സേതാജിയുടെ എക്സ്പീരിയൻസ് പറയും. സ്പോയിലർ അല്ലേ? അതെ അതെ അതെ, സൂപ്പർ അല്ലായിരുന്നോ? ബർത്ത്ഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കേക്കട്ടെ? ഗൈസ് നിങ്ങൾ ഇനി ടോമണനെ വ്ളോഗിൽ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. അതെന്താ അങ്ങനെ ഫോട്ടോ ഒട്ടിക്കുന്നത്. അതെ, ചട്ടമ്പീസ് എന്ന് പറഞ്ഞോണ്ട് ഒരു ഇത് കണ്ടു. അവരെങ്ങനെ വെച്ചാ അവര് കൊറേ പേരൊക്കെ പഠിക്കാൻ വേണ്ടിയൊക്കെ പുറത്തേക്കൊക്കെ പോയി. ജോർജിയക്ക് പോയി. എന്നിട്ട് അവരെന്നെ അവിടുന്ന് ഒരു ക്ലിപ്പ് ഒക്കെ അയച്ചു കൊടുത്തിട്ട് അതല്ല, ഇനി എല്ലാരും നിങ്ങളൊക്കെ ട്രിപ്പ് പോകുമ്പോഴത്തേക്കിനും എന്റെ ഫോട്ടോ ഉള്ള ഷർട്ട് ടീഷർട്ട് എല്ലാരും ഇടണം. ഞാൻ സ്പോൺസർ ചെയ്യാം. എന്റെ ഫോട്ടോ ഞാൻ ഇട്ട് തരാം. എന്റെ അത് വെള്ള മറ്റേ പോലെ എന്റെ ഒരു ഫോട്ടോ ഞങ്ങൾ ഇടാം. സെറ്റ്. പിന്നെ മിസ് ഞങ്ങൾ വീഡിയോ കോളും ചെയ്യാം ട്രിപ്പിന് പോകുമ്പോ. അങ്ങനെ ട്രിപ്പിന് പോകുമ്പോ വീഡിയോ കോൾ ചെയ്യാം. അവിടെ നിന്ന്
അല്ല അവിടെ ഒന്ന് ക്ലിപ്പ് എടുത്ത് അയച്ചു തരണം വീഡിയോ വ്ളോഗിന്റെ കാണാൻ പറ്റുന്നേ അതെ കാണാം. ആഡ് ചെയ്യാൻ പറ്റുന്ന ക്ലിപ്പ്. അപ്പൊ ഗൈസ് അതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസത്തെ പരിപാടി. അപ്പൊ ടോമണ്ണൻ ഞാൻ പറഞ്ഞ പോലെ ടോമണ്ണൻ 17-ാം തീയതി യാത്ര വൈകിയാണ് നമ്മുടെ അടുത്ത് കരയുമല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു കരയുമായിരിക്കും. അപ്പൊ ടോമണ്ണൻ എന്താ ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? അങ്ങനെ ടോമണ്ണൻ ഫോർ ദ ടൈം ബീങ് ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യുവാണ്. അത് വീണ്ടും തുറക്കും നമ്മൾ. അപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്ത് പോയി ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി. അതെ, അല്ല, ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നമ്മൾ വേറൊരു രാജ്യത്ത് പോവുകയാണ്. ജീവിതത്തിന് നമുക്ക് സന്തോഷങ്ങൾ വേണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ അതിന് അനുവദിക്കാത്തത് കൊണ്ടും നമ്മൾ ജീവിതത്തിൽ രണ്ടെണ്ണം കൂട്ടിമുട്ടിക്കാൻ UK പോകുന്നു. എന്തിനാ ജീവിതത്തിൽ രണ്ടെണ്ണം കൂട്ടിമുട്ടിക്കുന്നത്? UK പോകാൻ വേണ്ടി ലോൺ എടുത്ത്. എക്സ്പീരിയൻസ് ആണ്. അതെ നമ്മള് UK പോയി അവിടുന്ന് നമ്മള് ഇങ്ങനെ ഇതാണ് ഒരു വേറെ ഒരു കോണ്ടിനെന്റിൽ പോയി അവിടുത്തെ ജീവിത രീതികളൊക്കെ ശീലിച്ച് കുറച്ച് വർഷങ്ങൾ വർഷം കഴിയുമ്പോഴത്തേക്കും ചിത്തിരിച്ചിങ്ങ് വരും. മാത്രമല്ല ഞാൻ മനസ്സിലാക്കി, അതായത് ഈ ശ്വേതാ ശ്രീകുമാറിനൊക്കെ ഞാൻ എന്നും കണ്ട് ഇവർക്ക് ഒരു വിലയില്ല. അപ്പൊ ഞാൻ വർഷത്തിൽ ഒന്ന് വരുമ്പോഴേക്കും ഇവർക്കൊക്കെ എന്നോടൊരു വില ഉണ്ടാവുന്ന പ്രതീക്ഷയില്ല. പ്രതീക്ഷയുള്ളൂ, വില ഉണ്ടാക്കാനല്ല ലോൺ എടുത്ത് പഠിക്കാൻ. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ നമ്മൾ ടോമണ്ണനെ മിസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ വേണം മിസ് ചെയ്യിപ്പിക്കാം. ഇല്ല, അതായത് ഒരു ഒറ്റ ഇതില്ല വ്ളോഗിൽ ഇന്റഗ്രേറ്റ് ചെയ്താ. അപ്പൊ ഗൈസ് അതൊക്കെയാണ്. ഇനിയിപ്പോ വേറൊരു സെന്റർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ ടോമണ്ണൻ ഈ വ്ളോഗൊക്കെ കണ്ട് ട്രീറ്റ് ചില്ലറാടിയല്ല, എല്ലാം കഴിഞ്ഞിട്ട് അവൾക്ക് ട്രീറ്റ് ഒന്നാറ് കൂടെ ചെലവാണ്. അത് നല്ല ഐഡിയ. പിന്നെ ഒരു 2 മാസത്തിനുള്ളിൽ ബർത്ത്ഡേ അടുത്ത പക്ഷെ എനിക്ക് സെന്റ് ഓഫ് ഉണ്ട്. നിങ്ങളെല്ലാം അവിടെ ചെലവിട്ടിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ പോവാൻ വേണ്ടി അങ്ങനെയുള്ള അതൊക്കെ ആഗ്രഹങ്ങൾ. അതൊക്കെയാണ് ആവശ്യമുള്ള സാധനം മേടിക്കാൻ ആവശ്യമാണ്. അപ്പൊ ടോമണ്ണൻ ഈ വ്ളോഗൊക്കെ UK പോയിരുന്ന് കാണണം, എന്നിട്ടിരുന്ന് കരയണം, എന്നിട്ട് വീട് ഞാൻ കഴിച്ചു തരണം. അപ്പൊ അവിടെ ടോമണ്ണൻ അവിടെ തിരിച്ചു വരണം. എനിക്ക് പെട്ടെന്ന് പഠിച്ച് ഇതൊക്കെ ഡിഗ്രി പെട്ടെന്ന് നാട്ടിൽ തിരിച്ചു വന്നിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയൊക്കെ തന്നെ എനിക്കതല്ല പറയാനുള്ളത്. അന്നം പോയിട്ട് വേണം ഞങ്ങൾക്കത് തീരുമാനിക്കാൻ പോണോ വേണ്ടയോന്ന്. അപ്പോഴേക്കും എല്ലാരും മൂക്കി പല്ലും മുളഞ്ഞു. അന്നം പോയിട്ട് ഒരു 3 മാസത്തിനുള്ള റിവ്യൂ അറിയാൻ പറ്റത്തില്ല. ഓ അതിപ്പോ അങ്ങ് അതിനകത്ത് എന്തൊരു എക്സ്പീരിയൻസ്. നമ്മൾ ചെന്ന് അത് അങ്ങ് എക്സ്പ്ലോർ ചെയ്യുക. വിഷമാണേലും സങ്കടമാണേലും സന്തോഷമായാലും നമ്മൾ അതങ്ങ് അറിയുക. അതാണ് നമ്മുടെ ഈ ലൈഫിൽ ഈ ഒരു നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചെന്ന് ഇറങ്ങുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെളി ചപ്പ് മുങ്ങിപ്പോവും, പിടിച്ച് കേറുക. അതെ അതെ അതെ. ജീവിതം നമ്മൾ കാർ ഓടിക്കുന്ന പോലെ, കാറല്ല വണ്ടി ഓടിക്കുന്ന പോലെ നമ്മൾ മാപ്പ് ഇടും. മാപ്പ് ഇടുമ്പോ ചിലപ്പോ മാപ്പ് നമുക്കൊരു പാത്ത് കാണിച്ചു തരും. നമ്മൾ ആ പാത്തിൽ കയറാതെ വേറൊരു പാത്തിൽ കൂടെ പോയെന്നിരിക്കും. അപ്പൊ മാപ്പ് എന്തെടുക്കും? നിന്റെ വഴി തെറ്റിപ്പോയി, നീ അങ്ങോട്ട് പോകാൻ തന്നെ നിർബന്ധിക്കത്തില്ല. ഇത് ഞാൻ ഇവിടെ ഒരുപാട് കാണുന്നുണ്ട്. ഇംഗ്ലീഷിനെ മലയാളം എനിക്കിത് കിട്ടിയ റീൽസ് ദുബായിലുള്ള ഒരു റീലിനെ കുറിച്ചല്ലേ നീ പറയുന്നത്? പറഞ്ഞാൽ നമുക്ക് കിട്ടിയ അറിവ് നമ്മൾ പങ്കുവെക്കണമല്ലോ. കാണാത്തവരോ? അതെ, എന്തോരം പേര് കാണാത്തൊരു കാണും. ഞാനത് ഷെയർ ചെയ്തു. നോളജ് ട്രാൻസ്ഫർ. അതെ അതെ പഠിച്ചു കേറ്റിയെ കുറിച്ച് ഓർമ്മയുള്ളത്. അപ്പൊ ഗൈസ് അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഈ വ്ലോഗ് ഞാൻ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യാണ്. ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ കേട്ട് തള്ളിയാൻ മതി. അപ്പം പുതിയൊരു വീഡിയോ മികച്ച ഒരു ഇതാണ്. അതെ, ടോമണ്ണൻ കണ്ണിൽ ഉണ്ണിയാണ്. അങ്ങനെ വിസ ഇഷ്ടമാണ്. ആനെ കാണുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് അണ്ണനെയാണ്. അതെ, ഒന്നും പറയുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ പറയാൻ പറ്റുന്നില്ല. ബേബി ചേച്ചി കിട്ടുന്ന ചക്കര ടോം എന്നാണെങ്കിലോ ഭാവി കട്ടി കൊടുക്കാം. ശരിയാ, പറഞ്ഞ് പ്രഡിക്റ്റ് ചെയ്തു. ഇനി ഇവനാണോ നമ്മുടെ 389 കെട്ടാൻ പോകുന്നത്? വെറുതാണോ അങ്ങനെ സംഭവിക്കാം? അയ്യോ ഇവനാണ് മറ്റേ 380. ഒരു ചാത്തനാണോ? അല്ല, എന്തോ പരിപാടിയാ കേസ് അവിടെ നടക്കുന്നത്. പുള്ളി പണ്ടൊക്കെ കാണിക്കുന്നത്. എന്തോ ചെയ്യുന്നു. പ്രതിമയുണ്ട്, പ്രതിമയുടെ ഫ്രണ്ട് ആ പുള്ളിനെ അടിക്കുവോ?
അഭിനയിക്കോ? എന്തിനായിട്ട് ഗൈസ്. അപ്പം ഒരാൾക്കാരെ രക്ഷിച്ച പുള്ളിയായിരിക്കും മറ്റേ വേറെ നേതാവ്. ഇതാരാ? KPMS. KPMS എന്തോ അറിയില്ല. ഗൈസ് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ അപ്പൊ അങ്ങനെ ആയിരിക്കും ചിലപ്പോ സേതാജിയല്ലേ പറഞ്ഞു. ഗൈസ് ഇത് പറഞ്ഞ സേതാജിയാണ്. അപ്പൊ ഓക്കെ ഗൈസ് ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ടാറ്റ ഗൈസ്. ടോമണ ബൈ. സേജി ചേച്ചി. അപ്പൊ ഓക്കെ ഗൈസ് ബൈ. ടാറ്റ.